കേരളത്തിലെ വാഹനപ്പെരുപ്പം കൂടിയ പാതകളിലൊന്നായ കോഴിക്കോട് ബൈപ്പാസ് ആറുവരിയാകുന്നു. പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് കോഴിക്കോട് നഗരത്തിലൂടെ കടന്നുപോയിരുന്ന പഴയ ദേശീയപാതയ്ക്ക് സമാന്തരമായി വെങ്ങളം രാമനാട്ടുകര രണ്ടുവരി ബൈപ്പാസ് 2016 യാഥാർത്ഥ്യമായത്. എന്നാൽ ബൈപ്പാസിലെ വാഹനപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഈ പാതയാണ് ഇപ്പോൾ ആറുവരിയായി വികസിപ്പിക്കുന്നത്. 45 മീറ്ററായി ബൈപ്പാസ് വികസിപ്പിക്കാനുള്ള ഭൂമി ഏതാണ്ട് മുഴുവനും നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ബൈപ്പാസ് വികസനം കേന്ദ്രാനുമതി ലഭിക്കാതെ നീണ്ടുപോയി. പദ്ധതിയുടെ ഭീമൻ ചിലവായിരുന്നു അനുമതി വൈകാൻ കാരണം. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള 28.4 കിലോമീറ്റർ ആറുവരിയാക്കുന്നതിന് 1710 കോടി രൂപയാണ് പദ്ധതി ചെലവ്. കിലോമീറ്റർ ശരാശരിയിൽ രാജ്യത്തെ ദേശീയപാത പദ്ധതികളിൽ തന്നെ ഏറ്റവും ചിലവേറിയവയിൽ ഒന്നാണിത്. 45 മീറ്റർ ബൈപ്പാസിൽ 3.5 മീറ്റർ വീതിയിലുള്ള 3 ലൈനുകളാണ് ഓരോ വശത്തും ഉണ്ടാവുക. ഇതുകൂടാതെ ഇരുവശവും 7 മീറ്റർ സർവീസ് റോഡും ഫുട്പാത്ത്, ഡ്രെയിനേജ്, കേബിൾ ഇടാൻ പാകത്തിൽ യൂട്ടിലിറ്റി ഡക്റ്റ് എന്നിവയും ഉണ്ടാകും. മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ് നിർമ്മിത വേഗത. ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനുകൾ ഉണ്ടാകില്ല. കുറുകെയുള്ള റോഡുകൾ അണ്ടർപാസുകൾ വഴിയോ ഫ്ലൈ ഓവർ വഴിയോ കടന്നുപോകും. ചെറു റോഡുകളിൽ നിന്ന് നേരിട്ട് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആദ്യം സർവീസ് റോഡിൽ കയറി പിന്നീട് ബൈപ്പാസിലേക്ക് പ്രവേശിക്കണം. 80 കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിച്ചാൽ തന്നെ വെങ്ങളം തൊട്ട് രാമനാട്ടുകര വരെ 21 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാം. ഇന്നിത് കുറഞ്ഞത് 40 മിനിറ്റെങ്കിലും എടുക്കുന്നു. ബൈപ്പാസിൽ 7 ഫ്ലൈ ഓവറുകൾ, 4 വലിയ പാലങ്ങൾ, 4 അടിപ്പാതകൾ, 2 മേൽപ്പാതകൾ, ഒരു ചെറിയ പാലം, 17 കാൽനട അടിപ്പാതകൾ, 103 കലുങ്കുകൾ എന്നിവയുണ്ടാവും. വെങ്ങളം, പൂളാടിക്കുന്ന്, തൊണ്ടയാട്, സൈബർ പാർക്ക്, പന്തീരങ്കാവ്, അഴിഞ്ഞിലം, രാമനാട്ടുകര എന്നിവിടങ്ങളിലാണ് ഫ്ലൈ ഓവറുകൾ വരുന്നത്. അണ്ടർപാസുകൾ അമ്പലപ്പടി, മൊകവൂർ, കൂടത്തുംപാറ, വയൽക്കര എന്നിവിടങ്ങളിൽ. മലാപ്പറമ്പിലും വെങ്ങേരിയിലും 2 ഓവർപാസുകളും ഉണ്ടാവും. കോരപ്പുഴയ്ക്ക് കുറുകെയാണ് ബൈപ്പാസിലെ ആദ്യ ആറുവരി പാലം നിർമ്മിക്കുക. 483 മീറ്റർ നീളമുണ്ടാവും. പുറക്കാട്ടിരി പാലം, മാമ്പുഴ പാലം, അറപ്പുഴ പാലം എന്നിവയാണ് മറ്റ് വലിയ പാലങ്ങൾ. മാമ്പുഴ പാലത്തിന് മുന്നിലായാണ് ടോൾ പ്ലാസ. ടോൾ പ്ലാസയ്ക്ക് 18 ലേനുകൾ ഉണ്ടാകും. ഹൈബ്രിഡ് അന്വലിറ്റി മോഡിലാണ് പദ്ധതി നടപ്പാക്കുക. കരാർ തുകയുടെ 40% കേന്ദ്ര സർക്കാർ നൽകും. ബാക്കിയുള്ള 60% കരാറുകാർ തന്നെ കണ്ടെത്തണം. ടോൾ പിരിവ് സർക്കാർ നേരിട്ട് നടത്തി ഈ തുക ഗഡുക്കളായി നൽകും. 2018 ജനുവരിയിലാണ് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നത്. പ്രവൃത്തി ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള KMC കമ്പനി ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവയ്ക്കാത്തതാണ് സെപ്റ്റംബറിൽ തുടങ്ങേണ്ട നിർമ്മാണം വൈകാൻ കാരണം. കരാർ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ബൈപ്പാസ് പൂർണ്ണതോതിലുള്ള നിർമ്മാണം തുടങ്ങും. നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിയ പഠനത്തിൽ 2018 ദിവസവും 55,000-ലധികം വാഹനങ്ങൾ കോഴിക്കോട് ബൈപ്പാസിലൂടെ കടന്നുപോകുന്നതായി കണ്ടെത്തി. ഒരു 2 വരി പാതയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന 14,000 വാഹനങ്ങൾക്കും വളരെ അധികമാണിത്. 6 വരി പാതയ്ക്ക് ദിവസേന ശരാശരി 1,20,000 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും.
ഇതേ നിരക്കിലുള്ള വാഹനപ്പെരുപ്പം തുടർന്നാൽ 2019 തന്നെ 4-വരി പാതയുടെ പരിധി കടക്കും. 6-വരി പാതയ്ക്ക് 2028 വരെ വാഹനപ്പെരുപ്പം താങ്ങാനാവും.